ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബർക്കത്തിൻ്റെ അരി വെച്ചിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി ലോ കോസ്റ്റ് ആയിട്ട് ഉള്ളിയൊക്കെ റോസ്റ്റ് ചെയ്ത് ഉള്ള ഒരു മോഡൽ നമുക്ക് ചെയ്ത് നോക്കാം. അതിലേക്കായിട്ട് നമുക്ക് 1.5 കിലോ റൈസാണ് നമ്മൾ എടുക്കണേ. അപ്പോൾ അതിലേക്ക് നമ്മളൊരു 1.5 കിലോ ഒനിയൻ മസാലയ്ക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കിലോ ഒനിയൻ ഫ്രൈ ചെയ്യാൻ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു 1.5 കിലോ ഒനിയനാണ് മസാല റെഡിയാക്കാനായിട്ട് ഫ്രൈ ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ സോട്ട് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ മസാലയൊക്കെ ഫ്രൈ ആയി വരുമ്പോൾ നമ്മളതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ഗ്രീൻ ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് ടൊമാറ്റോ ആഡ് ചെയ്തിട്ട് ഇനിയും കുറച്ച് നേരം അതിനൊന്ന് സോട്ടാക്കണം. അത് കുറച്ച് നേരം നന്നായി സോട്ട് ചെയ്യുമ്പോൾ നമുക്ക് മസാല ആഡ് ചെയ്യാം. മസാല ആഡ് ചെയ്യാനായിട്ട് മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണ്, മുളക് പൊടി ഒരു 2.5 സ്പൂണ്, മല്ലിപ്പൊടി ഒരു 2.5 സ്പൂണ്, ഒരു ചെറിയ സ്പൂണ് ഗരം മസാല, ചെറിയ സ്പൂണ് പെപ്പർ പൗഡർ. പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ തൈരാണ്. അത് നമ്മുടെ മസാലയുടെ ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് നമ്മൾ തൈര് യൂസ് ചെയ്യണത്. ചെറിയൊരു പുളിയും മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ തൈരിൽ ആഡ് ചെയ്യണത്. പിന്നെ നമ്മളിതിൽ ആഡ് ചെയ്യണത് കാഷ്യൂ പേസ്റ്റ് അരച്ചാണ്. അതൊരു 25 ഗ്രാമോളം ഉണ്ടാവും. നമുക്ക് ആഡ് ചെയ്യണം. ഗ്രേവി കുറച്ച് വേണം, കുറച്ച് തിക്കായിട്ട് വേണം എന്നുള്ളവർക്ക് മാത്രം ഇത് ആഡ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ കാഷ്യൂ പേസ്റ്റൊക്കെ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം സോട്ട് ചെയ്തതിന് ശേഷം മല്ലി, പുതിന കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ് ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്. ഫ്രൈ ചെയ്തത് നമ്മൾ കാണിച്ചിട്ടില്ല. അത് കാര്യമായിട്ടൊന്നുമില്ല. ഒരു മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ലെമൺ ജ്യൂസ്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഒരു 2-4 മണിക്കൂർ വരെയൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ചിക്കൻ ഒന്ന് ടെൻഡർ ആവാൻ അതിന് ശേഷമാണ് നമ്മളത് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഉള്ളി റോസ്റ്റ് ചെയ്തതിലേക്ക് മിക്സ് ചെയ്തേക്കാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ നോക്കി ഒഴിച്ച് നമ്മുടെ റോസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മളത് മാറ്റി വെച്ചേക്കണം റോസ്റ്റ്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് റൈസാണ്. പട്ട, ഏലക്കായ, പെരിഞ്ജീരകം, ഗ്രാമ്പു ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഗീയിലാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് ഗീയാണ് ഒനിയൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ആ ഒനിയൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാലൻസ് ഉള്ള ഗീയിൽ കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ റൈസിനുള്ള മസാല അതിൽ ആഡ് ചെയ്തേക്കാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കിലോ റൈസൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 ലിറ്റർ അല്ലെങ്കിൽ റൈസ് എടുത്ത് അതേ പാത്രം കൊണ്ട് ഒരു 2 പാത്രം വെള്ളം എടുക്കണം. 1.5 കിലോ റൈസ് ആണെങ്കിലും ഏകദേശം ആ ഒരു അളവിൽ തന്നെ നമുക്ക് എടുക്കാം. അതായത് നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി റൈസ് എടുക്കണമെങ്കിൽ വെള്ളം 1-ക്ക് 1.5 മതിയാവും. അപ്പോൾ ഇത് കുറച്ചായതുകൊണ്ടാണ് 1-ക്ക് 2 എന്നുള്ള അളവിൽ നമ്മൾ വെള്ളം എടുത്തേക്കുന്നത്. അത് റൈസ് നമ്മൾ ഒരു വെള്ളം റൈസ് ഒപ്പാകുമ്പോൾ നമ്മളത് ദമ്മിടണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ദമ്മിടേണ്ടത്. ഈ സമയത്ത് നമ്മൾ കുറച്ച് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിന് ദമ്മിടുകയാണ്. ദമ്മിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് ഗീ മിക്സ് ചെയ്യണം അതിൽ. അതിനുശേഷം നമ്മൾ റൈസ് നമ്മൾ ദമ്മ് പൊട്ടിക്കുകയാണ്. ദമ്മ് പൊട്ടിക്കുന്നതോടുകൂടി നമ്മുടെ റൈസിൻ്റെ പരിപാടിയും കഴിയും. അപ്പോൾ ബിരിയാണി അതിൻ്റെ വർക്കൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒനിയൻ ഇതിൽ മിക്സ് ചെയ്യില്ല കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻ അവിടെ ഇരിക്കുന്നുണ്ട്. അത് നമ്മൾ ഇതിൽ മിക്സ് ചെയ്യണില്ല. ഇപ്പോൾ അത് നമ്മൾ റൈസ് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലിട്ട് കൊടുക്കണുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബിരിയാണി എന്ന് പറയുന്നത്. മസ്റ്റായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് റൈസ് എന്ന് പറഞ്ഞാൽ ബർക്കത്തിൻ്റെ റൈസ് എന്ന് പറഞ്ഞാൽ 1 കിലോന് 60 രൂപയ്ക്കാണ് ഞങ്ങൾ തൃശ്ശൂരിന് വില വരുന്നുള്ളൂ. പക്ഷേ ഇത് അത്യാവശ്യം നല്ല റൈസാണ്. എല്ലാവരും അപ്പോൾ ഈ ബിരിയാണി ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്കൊക്കെ അറിയിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.